ശ്രീ ജോസ് തോമസ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസില്ല എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ എങ്കിലും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടി വിൻസി അലോഷ്യസ് നൽകിയ പരാതി, അത് സിനിമാ സംഘടനകൾക്കാണ് ആ പരാതി നൽകിയത്, ICCക്കും നൽകിയിട്ടുണ്ട്. ഇത് അതീവ ഗുരുതരമായ ഒരു കാര്യമാണല്ലോ. പക്ഷേ ഇപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ വയ്യാതെ സിനിമാ സംഘടനകൾ കുഴഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, സിനിമാ സെറ്റുകളിൽ മയക്കുമരുന്ന് ഉപയോഗം ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. പക്ഷേ ഈ നടി നൽകിയ പരാതിയിൽ പോലും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിക്കുന്ന കാര്യം അതേ സിനിമയിലെ, ഈ സൂത്രവാക്യം സിനിമയിലെ സെറ്റിലുള്ളവർക്കും അറിയാമായിരുന്നുവെന്ന്. പക്ഷെ ഇതെല്ലാം അറിഞ്ഞിട്ടും കൂടെ സഹകരിക്കേണ്ടി വരികയാണല്ലോ നടീനടന്മാർക്കും ടെക്നീഷ്യൻസിനും ഒക്കെ. മഞ്ജുഷേ, ആദ്യമായി ഞാനത് പറഞ്ഞു, അതിന്റെ മറുപടി പറയുന്നതിന് മുമ്പ് പറയട്ടെ. ഇപ്പോൾ AR റഹ്മാന്റെ ഒരു ബൈറ്റാണ് ഞാൻ കേട്ടത്. അതായത് കേരളം ഭരിക്കുന്നത് ആരാണെന്ന് ഷൈൻ ടോമിനൊന്നും അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് ചിരി വന്നു, പൊട്ടിച്ചിരിക്കാൻ. അത് ആർക്കും ചിരി വരുന്ന ഒരു കാര്യമാണ്, ആർക്കും ചിരി വരുന്ന കാര്യമാണത്. ആർക്കും ചിരി വരും. കാരണം കേരളം ഭരിക്കുന്നത് ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയധികം ലഹരി വ്യാപനം കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. കേരളത്തിൽ നല്ല ഭരണകർത്താക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല എന്നുള്ളതാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇന്ന് ഞാനൊരു വാർത്ത കണ്ടു. വിൻസി അലോഷ്യസ് പരസ്യമായി പറഞ്ഞിരിക്കുന്നു, ഞാൻ നടന്റെ പേര് പറയരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നടന്റെ പേര് പല സംഘടനകളും പുറത്ത് പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ICയിൽ പറഞ്ഞിട്ട് അവർ പറഞ്ഞിരിക്കുന്നു. എന്താണ് വിൻസി അലോഷ്യസ് അങ്ങനെ പറയാനുള്ള കാരണം? ആരെയാണ് ഭയപ്പെടുന്നത്? അപ്പോൾ ഇരയായിട്ടുള്ള അല്ലെങ്കിൽ ആ വിൻസി തന്നെ ആ നടന്റെ പേര് പറയണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സംരക്ഷിക്കപ്പെടുന്നത് എവിടെയാണ്? ഇനി അമ്മ എന്ന് പറയുന്ന ജോസ് തോമസ് ഫെഫ്കയുടെ ഭാരവാഹി കൂടിയായ താങ്കൾ പൊതുസമൂഹത്തോടല്ല അത് ചോദിക്കേണ്ടത്, നിങ്ങളുടെ സിനിമയ്ക്കുള്ളിൽ തന്നെയാണ് ചോദിക്കേണ്ടത്. എന്തുകൊണ്ട് ഒരു നടിക്ക് ഇങ്ങനെ പരാതി പറഞ്ഞിട്ടും ആ പരാതിയിൽ പറയുന്ന ആൾ ആരാണ് എന്ന് വെളിപ്പെടുത്തുവാൻ മടി എന്നുള്ള കാര്യം അവിടെ ഉറപ്പുള്ള കാര്യമാണല്ലോ. ഈ നടിക്ക് ഇനിയും അഭിനയിക്കേണ്ടതാണ്, അപ്രഖ്യാപിത വിലക്ക് വരും, ഇതൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ സംഘടനകളിൽ വിശ്വാസമില്ല. അല്ല, ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കേരള എന്ന് പറയുന്ന ഫെഫ്കയുടെ പ്രതിനിധിയാണ് ഞാൻ. വിൻസി അതിൽ അംഗമല്ല. വിൻസി ഞങ്ങൾക്ക് പരാതിയും തന്നിട്ടില്ല. കാരണം ഞങ്ങൾക്ക് പരാതി തരേണ്ട കാര്യമില്ല. തരികയാണെങ്കിൽ അതിന്റെ സംവിധായകനോ അല്ലെങ്കിൽ സാങ്കേതിക പ്രവർത്തകരോ അതിൽ അവരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അവരോട് മോശമായി പെരുമാറുകയോ ചെയ്താൽ നമുക്ക് പരാതി തന്നാൽ മതി. പക്ഷേ ഞങ്ങൾക്ക് തന്നിട്ടില്ല. എന്നാൽ പ്രൊഡ്യൂസേഴ്സിന്, ചേംബറിന്, അമ്മയ്ക്ക് ഒക്കെ പരാതി കൊടുത്തു. അവരിനുള്ള ആക്ഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുത്തല്ലോ. ഈ ഷൈൻ ടോം ചാക്കോയെ മാറ്റി നിർത്തും, സിനിമയിൽ സഹകരിപ്പിക്കില്ല എന്ന് വെച്ചാൽ തൊഴിൽ വിലക്കല്ല, ഇങ്ങനെ അമിതമായി ലഹരി ഉപയോഗിക്കുന്നവരുമായി നമ്മൾ സഹകരിക്കുന്നില്ല, ഞങ്ങളുടെ നിർമ്മാതാക്കളോ അല്ലെങ്കിൽ താരങ്ങളോ സഹകരിക്കുന്നില്ല എന്നൊരു തീരുമാനമെടുത്താൽ മതി. പിന്നെ ഈ സിനിമാ രംഗത്ത് മൊത്തം ലഹരി വ്യാപനം എന്ന് പറയുമ്പോൾ 2, 3, 4 പേര് ഉണ്ടാക്കുന്ന ഈ പേരുദോഷമാണ് സിനിമാ രംഗത്തിന് മുഴുവൻ ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് അവരെ മാറ്റി നിർത്താൻ കഴിഞ്ഞില്ല? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, വിൻസിയുടെ പരാതിയിൽ തന്നെ പറയുന്നുണ്ട് സെറ്റിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന്. ഈ ഫെഫ്കയുടെ അധ്യക്ഷനായ B ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ മാസം പറയുന്നത് കേട്ടിരുന്നു, ഞങ്ങൾ തന്നെ എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടുണ്ട്, ഒരു ലഹരിയും ഇവിടെ അനുവദിക്കുകയില്ല, ഞങ്ങൾ എന്തോ വലിയ ജാഗ്രതാ സമിതി രൂപീകരിക്കാൻ പോവുകയാണ് എന്നൊക്കെ. ഇതൊന്നും രൂപീകരിച്ചില്ലേ? അതുമാത്രമല്ല, ഇതൊക്കെ പോലീസിനെയും എക്സൈസിനെയും സിനിമാ സെറ്റുകളിൽ കടന്നു വരാൻ സമ്മതിക്കാതിരിക്കാനുള്ള ഒരു പ്രതിരോധ തന്ത്രമായിരുന്നില്ലേ ശ്രീ ജോസ് തോമസ്? അതല്ലേ സിനിമാ സംഘടനകൾ നടത്തിയത്? മഞ്ജുഷേ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഞങ്ങൾ ജാഗ്രതാ സമിതി ഉണ്ടാക്കി, ഞങ്ങളുടെ പോലീസിന്റെ പവറൊന്നുമില്ല എവിടെയും കയറി ചെക്ക് ചെയ്യാൻ. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് ഞങ്ങളെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നു എന്നൊരു അറിവ് കിട്ടിയാൽ നിയമപാലകരെ അറിയിക്കാനുള്ള ഒരു സമിതിയാണത്. എന്നിട്ട് ഏതെങ്കിലും നിയമപാലകരെ അറിയിച്ചോ? ഇപ്പോൾ നിയമപാലകർ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നത് ഞങ്ങൾക്കും പരാതിയൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോ തന്നെ സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ നടത്തിയ ലീലാവിലാസങ്ങൾ അതാ സെറ്റിലെ എല്ലാവർക്കും അറിയാമായിരുന്നു. കഴിഞ്ഞ ദിവസം ശ്രീനാഥ് ഭാസിയെ കുറിച്ച് മറ്റൊരു നിർമ്മാതാവായ ഹസീബ് മലബാർ പറയുന്നത് കേട്ടു, കാരവനിലിരുന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന്. അതും ആ സെറ്റിലെ എല്ലാവർക്കും അറിയാം. പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റ് എനിക്ക് കഞ്ചാവ് വേണമെന്ന് ആവശ്യപ്പെടുകയാണ് സിനിമാ സെറ്റിലുള്ള നിർമ്മാതാവിന്റെ സഹായിയോട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ സംഘടനകൾ മാത്രം ഇതൊന്നും അറിയുന്നില്ല, നിങ്ങളെന്തോ വലിയ ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് എന്തോ ചെയ്യാൻ പോകുന്നു എന്നാണ്. നവംബറിൽ തുടങ്ങിയ ഒരു പടമാണ് സൂത്രവാക്യം. ഞങ്ങൾ നവംബർ മാസത്തിൽ ഒന്നും ജാഗ്രതാ സമിതി ഉണ്ടാക്കിയില്ല, അത് പോട്ടെ. ഇത് വിൻസി അലോഷ്യസ് എന്നാണ് ഇത് പരസ്യമായിട്ട് പറഞ്ഞത്, എന്നാണ് ഇത് പുറത്തു പറഞ്ഞത്. അവിടെ IC ഉണ്ടായിട്ട്
അവിടെ പറഞ്ഞില്ല എന്ന് പറയുന്നു. ഇപ്പോഴാണല്ലോ അവർ പുറത്തു പറഞ്ഞത്. ഈ പുറത്തു പറയുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അങ്ങോട്ട് പോയി കയറി അന്വേഷിക്കാൻ പറ്റുമോ? അത് മാത്രവുമല്ല, സംഘടന ഇതറിഞ്ഞപ്പോൾ അവരുടെ സംഘടന വിൻസി അലോഷ്യസ് അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോ അംഗമായിട്ടുള്ള സംഘടന നടപടിയെടുത്തു. അവനെ പുറത്താക്കി. അവനുമായി സഹകരിക്കണം തീരുമാനിച്ചു. അല്ല, അങ്ങനെ തീരുമാനം വന്നിട്ടില്ലല്ലോ. അങ്ങനെ തീരുമാനം വന്നില്ലല്ലോ. അമ്മയുടെ തീരുമാനം ഇപ്പൊ അവിടെ അഡ്ഹോക് കമ്മിറ്റിയാണ്. ഇമ്മീഡിയറ്റ് വരും. അവര് തീരുമാനമെടുത്തു കഴിഞ്ഞു. അവർക്ക് അഡ്ഹോക് കമ്മിറ്റി കൂടി വേണോ തീരുമാനിക്കാൻ? ഓരോരുത്തരും ഓരോ സ്ഥലത്താണ്. അവർ ഓൺലൈനിൽ കൂടി ഇമ്മീഡിയറ്റ് തീരുമാനമെടുക്കും. അത് അതിന്റെ പ്രതിനിധി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് പോട്ടെ, എന്തുകൊണ്ടാണ് പോലീസ് ഇതിന് നടപടിയെടുക്കാത്തത്? വിൻസി അലോഷ്യസ് പോലീസിൽ പരാതി കൊടുത്തിരുന്നു. എനിക്കെതിരെ ഇങ്ങനെ ഒരു പീഡനം അല്ലെങ്കിൽ പീഡന ശ്രമം അല്ലെങ്കിൽ അവഹേളനം ഉണ്ടായി എന്ന് വിൻസി അലോഷ്യസ് പോലീസിൽ പരാതി കൊടുത്തിരുന്നു. എന്തുകൊണ്ടാണ് പോലീസ് ഇത് അറിഞ്ഞിട്ടും എടുക്കാത്തത്, കേസെടുക്കാത്തത്? എന്തുകൊണ്ടാണ്? പോലീസിന് എന്താ ഷൈൻ ടോം ചാക്കോവിനെ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? അതിന്റെ പിന്നിലുള്ള കാര്യം എന്താണ്? സംഘടനയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ മഞ്ജുഷ്? പോലീസല്ലേ അതിന് ആക്ഷൻ എടുക്കേണ്ടത്. ആ പോലീസ് ആക്ഷൻ എടുക്കുന്നില്ലെങ്കിൽ സംഘടനയ്ക്ക് പോലീസിനെ കൊണ്ട് നിർബന്ധിച്ച് ആക്ഷൻ എടുപ്പിക്കാൻ പറ്റുമോ? അപ്പൊ പോലീസ് ഒളിച്ചു കളിക്കുന്നു എന്നല്ലേ മഞ്ജുഷ് ഇത് മനസ്സിലാക്കേണ്ടത്? ഷൈൻ ടോം ചാക്കോ സൂപ്പർ സ്റ്റാറോ അല്ലെങ്കിൽ നേരത്തെ ആരുടെയോ ഒരു ബൈക്ക് കേട്ടു, ഇവിടെ ഫാൻസ് അസോസിയേഷൻ, അങ്ങനെ ഫാൻസ് അസോസിയേഷൻ ഉള്ള ആളൊന്നുമല്ല ഷൈൻ ടോം ചാക്കോ. എനിക്ക് സത്യത്തിൽ ഷൈൻ ടോം ചാക്കോയുടെ സഹതാപമാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനലിൽ അദ്ദേഹം വരുന്ന ഒരു അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഉണ്ട്. എന്ത് പരിഹാസമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ സംസാരം കേട്ടാൽ, ആക്ഷൻ കണ്ടാൽ, ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയാം അദ്ദേഹം ലഹരി അപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നത് കഷ്ടമാണ്. അത് വേറൊരു കാര്യം. അയാളെ വല്ലതും ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അമ്മയോടും അല്ലെങ്കിൽ സിനിമാ നിർമ്മാതാക്കളോടും പറയാനുള്ളത്, അദ്ദേഹത്തെ ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിക്കണം. ഈ ഷൈൻ ടോം ചാക്കോയുടെ അമ്മ പറയുന്നത് കേട്ടു, അവനൊരു പേടിത്തൊണ്ടനാണ്. പേടിത്തൊണ്ടനായിരിക്കാം, അതുകൊണ്ട് തെറ്റ് ചെയ്താൽ തെറ്റല്ലാതാകുന്നു. അത് മാത്രമല്ല ശ്രീ ജോസ് തോമസ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്ങനെയാണ് പഴയ കേസിൽ നിന്ന് ഷൈൻ ടോം ചാക്കോ രക്ഷപ്പെട്ടു വന്നതെന്ന്. പല രക്ഷാകവചങ്ങളും ഷൈൻ ടോം ചാക്കോയ്ക്ക് സഹായകരമായിട്ട് ഉണ്ടായിരുന്നു. അത് സിനിമയിലുള്ള ആളുകളുമുണ്ട്, പുറത്തുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, ഇതൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ മയക്കുമരുന്ന് കേസിൽ നിന്ന് രക്ഷപ്പെട്ടു വരുവാൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് കഴിയുമായിരുന്നില്ല. ഹൈക്കോടതിയുടെ ഉത്തരവ് വായിച്ചു നോക്കിയാൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്, പ്രോസിക്യൂഷന്റെ വീഴ്ച എന്തൊക്കെയായിരുന്നുവെന്ന്. അതായത് ഇവിടെ പിടിച്ചെടുത്ത മയക്കുമരുന്ന് വെറും മൂക്കുപൊടിയായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു രക്ഷപ്പെടലാണ് ഷൈൻ ടോം ചാക്കോയ്ക്കും കിട്ടിയത്. അപ്പോൾ അതിന്റെ മറവിൽ ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഷൈൻ ടോം ചാക്കോ എന്തെല്ലാം വൃത്തികേടുകളാണ് സിനിമാ സെറ്റുകളിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം. ഈ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഒക്കെ ഇതൊക്കെ ചെയ്യുന്ന ആളുകളാണെന്ന്. പക്ഷെ നിങ്ങൾ സഹിച്ച് മുന്നോട്ട് പോവുകയാണ്. അതെന്തിനാണ് എന്നുള്ളതാണ് ചോദ്യം. ശ്രീമതി ആശ ഉണ്ണിത്താൻ,